Hi guys, welcome back to our YouTube channel. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നേക്കുന്നത് ഒരു 3 years എക്സ്പീരിയൻസ് ഇൻ UK അതിനെ പറ്റി കുറച്ച് സംസാരിക്കാനാണ്. ജസ്റ്റ് ഒരു കണ്ടന്റ് പോലെ ബേസ്ഡ് ഓൺ ഞങ്ങളുടെ എക്സ്പീരിയൻസസ് ആയിരിക്കും. സോ ഇതായിട്ട് ആരും വേറെ ആരുടെ എക്സ്പീരിയൻസസ് ഒന്നും കമ്പയർ ചെയ്യരുത്. കാരണം കംപ്ലീറ്റ്ലി ഇത് ബേസ്ഡ് ഓൺ ഞങ്ങളുടെ എക്സ്പീരിയൻസസും ഞങ്ങളുടെ ഒപ്പീനിയൻസും അനുസരിച്ചായിരിക്കും. ഇത് ഞങ്ങൾ ഇടാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ UK വരാൻ കുറെ പേര് ആഗ്രഹിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പൊ UK തന്നെയുള്ള കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് അറിയാൻ പറ്റുന്ന കുറെ യൂസ്ഫുൾ ഇൻഫോർമേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എസ്പെഷ്യലി സ്റ്റുഡൻസ്, ഞങ്ങളിപ്പോ പാസ് ഔട്ട് ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സ്റ്റുഡന്റ് ലൈഫ് ആയിരിക്കും കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് നൽകി പറയാൻ പോകുന്നത്. കൂടുതലും ബാച്ചിലേഴ്സ് ലൈഫ്, മാസ്റ്റേഴ്സ് ഡിഗ്രി ബേസ്ഡ് ആ കോഴ്സ് അല്ല, ഞങ്ങൾ ഓൾറെഡി ബാച്ചിലേഴ്സ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൂടുതലും ബാച്ചിലേഴ്സ് ലൈഫ് എങ്ങനെയായിരിക്കും എന്നായിരിക്കും ഈ വീഡിയോയിൽ കൂടുതൽ ഉണ്ടാവുന്നത്. കാരണം മാസ്റ്റേഴ്സ് പഠിക്കുന്നവരും ബാച്ചിലേഴ്സ് പഠിക്കുന്നവരും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അവരുടെ ലൈഫ് എന്താ പറയാ, ലൈഫ് മാത്രമല്ല നമ്മുടെ ഏജ് എല്ലാം ഡിഫറെന്റ്. കാരണം ഞങ്ങൾ ജസ്റ്റ് +1 +2 കഴിഞ്ഞിട്ട് വന്ന ആൾക്കാരായതുകൊണ്ട് ആ ഒരു ഏജ് കാറ്റഗറി ടോട്ടലി ഡിഫറെന്റ് ആണ്. ടോട്ടലി ന്യൂ എക്സ്പീരിയൻസ്, എല്ലാം ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മളെല്ലാ കുറെ കാര്യങ്ങൾ ചെയ്യുന്നു. സോ അതിനെ ബേസ് ചെയ്തായിരിക്കും ഞങ്ങൾ സംസാരിക്കാൻ പോകുന്നത്. എവിടെ തുടങ്ങാം? അപ്പൊ ഞങ്ങള് UK വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും 19 years ഓൾഡ് ആയിരുന്നു ഞങ്ങൾ എല്ലാവരും വന്നപ്പോ. എന്നാ പറയാ, 2021 ഞങ്ങൾ സത്യം പറഞ്ഞ കോവിഡ് ബാച്ചുകാരാണ്. നാട്ടിലെ +2 കോവിഡ് ബാച്ചസ് ആണ് ഞങ്ങള്. അതായത് ആ കോവിഡ് റിസോൾവ് ആവാൻ, അതായത് ജസ്റ്റ് ആക്ച്വലി ഒന്ന് കുറച്ച് റിസോൾവ് ആയ ടൈമത്തെ ബാച്ചാണ് ഞങ്ങള്. സോ ഞങ്ങൾ 2020 ബാച്ചാണ്, 2020 പാസ് ഔട്ട്സ് ആണ്, +2 പാസ് ഔട്ട്. അപ്പൊ 2021 സെപ്റ്റംബർ ഒക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നു. ഏകദേശം ഒരു 1 year ഗ്യാപ്പ് ഞങ്ങൾക്ക് 3 പേർക്ക് വന്നിട്ടുണ്ട്. കാരണം അല്ലായിരുന്നു നോക്കിയത്, ഞങ്ങൾ 3 പേരും വേറൊരു സ്ഥലത്തേക്കായിരുന്നു നോക്കിയത്. പക്ഷെ എന്തോ അവിടെ കോവിഡ് ഒക്കെ ആയിട്ട് ക്ലോസ് ചെയ്തിട്ടേക്കുമായിരുന്നു. പിന്നെ എന്തോ ദൈവത്തിന്റെ വിധി പോലെ ഞങ്ങൾ 3 പേരും കറക്റ്റ് ആയിട്ട് ഇവിടെ തന്നെ വന്നു. എന്നാ പറയാ, വന്നപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഹോം സിക്ക് ആയിരുന്നു. ഫാമിലി ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈവൻ ദോ ഇപ്പൊ ഇവളുണ്ടായിരുന്നെങ്കിലും നമ്മളിപ്പോ അത്രയും നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അമ്മമാരുടെ അടുത്ത് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയുടെ അടുത്ത് നിന്ന് നമ്മൾ എങ്ങോട്ടും അങ്ങനെ അധികം പോയിട്ടുണ്ടായിരുന്നില്ല. പള്ളി, സ്കൂൾ എല്ലാം തൊട്ടടുത്തായിരുന്നു. നമുക്ക് അങ്ങനെ ദൂരേക്ക് പോകേണ്ട ഒരു ആവശ്യം ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങള് എന്നാ പറയാ, ഭയങ്കര നല്ല പിള്ളേര് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ഞങ്ങള് പുറത്ത് അങ്ങനെ അധികം കറങ്ങാൻ പോയി അങ്ങനെ അധികം എക്സ്പ്ലോർ ചെയ്യാൻ ഒരു അവസരം നാട്ടിൽ കിട്ടിയിട്ടില്ല. ജസ്റ്റ് ചുള്ളി വരെ 10th പഠിച്ചു. പിന്നെ മഞ്ഞപ്രയിൽ +1 +2 അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷനും തൊട്ടടുത്തുള്ള സ്ഥലത്താണ്. +2 കഴിഞ്ഞു. കോവിഡ് ടൈം ആയതുകൊണ്ട് വീട്ടിൽ തന്നെ ഇരുന്നു. വിത്തിൻ ഇയറിനുള്ളിൽ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്തു. അതുകൊണ്ട് സിറ്റി ലൈഫ് ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾ വില്ലേജ് ലൈഫ് വന്നപ്പോന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിരുന്നു. വേറെ കൾച്ചർ എല്ലാം ഡിഫറെന്റ് ആയിരുന്നു. പിന്നെ എന്തായാലും നമ്മൾ വന്ന് വിട്ടു, ഇനി നമ്മൾ കുളിച്ച് കയറാം അങ്ങനെയൊക്കെ പറഞ്ഞ പോലെ നമ്മള് അങ്ങ് തുടങ്ങി. 1ാമത്തെ വർഷം തുടങ്ങി. പിന്നെ ഞങ്ങളുടെ ഒരു മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ ആക്ച്വലി നാട്ടിൽ നിന്ന് വരുന്നതിന് മുന്നേ ഞങ്ങൾ ഒരു ഇതെടുത്തായിരുന്നു, ലൈക്ക് ഫീസ് ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞങ്ങൾ അടയ്ക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അധികം സെലിബ്രേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അധികം സോഷ്യലൈസ് ചെയ്യാനോ ഇവിടെ പോയിട്ടില്ല. ആക്ച്വലി ഫസ്റ്റ് ഇയറിൽ കുറച്ച് സോഷ്യലൈസ് ചെയ്തു, പക്ഷെ അതിൻ്റെതൊക്കെ പണി ഞങ്ങൾക്ക് കിട്ടി. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ സോഷ്യലൈസ് ചെയ്യാൻ പോയിട്ടില്ല. ജസ്റ്റ് ഞങ്ങളുടേതായ ലൈഫ്, ഞങ്ങളുടേതായുള്ള രീതിയിൽ ഞങ്ങളുടെ ഫീസൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പാർട്ട് ടൈം ഒക്കെ ചെയ്ത് എങ്ങനെയോ 3 years കംപ്ലീറ്റ് ചെയ്ത് ഇവിടം വരെ എത്തിയിരിക്കുന്നു. ഇവരുടെ കാര്യങ്ങൾ പറയും. കാരണം ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് ഇത്രയും നാൾ സ്റ്റേ ചെയ്തത്. ഞാൻ വേറൊരു പ്ലേസിലായതുകൊണ്ട് എന്റെ കാര്യങ്ങൾ ടോട്ടലി ഡിഫറെന്റ് ആണ്. സോ ഫസ്റ്റ് ഇവരുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു UK അത് ഇവര് ഷെയർ ചെയ്യുന്നതായിരിക്കും. ബേസ്ഡ് ഓൺ എന്തിനെ കുറിച്ച് ഫസ്റ്റ് പറയണേ? പാർട്ട് ടൈമിനെ കുറിച്ച് പറയാം. ഓക്കെ, സ്റ്റാർട്ടിങ് വന്നപ്പോ പാർട്ട് ടൈം കിട്ടാനുള്ള ഒരു ഞങ്ങൾക്ക് ആക്ച്വലി ഞങ്ങൾ വന്നിറങ്ങിയ സമയത്താണെങ്കിൽ, ഇപ്പൊ ഞാനും അതിൽ ഒരുമിച്ച് ഫ്ലൈറ്റ് കയറിയവരെ, ഞങ്ങൾ വന്ന സമയത്താണെങ്കിൽ ലാൻഡ് ചെയ്ത് 1 month ഞങ്ങൾക്ക് കോവിഡ് കാരണം ലൈക്ക് കുറച്ച് ക്വാറന്റീൻ സംതിങ് ഒക്കെ ഉണ്ടായിരുന്നു. 1 month 10 days അല്ല, 1 month നിയർലി 2 weeks 3 weeks അടുത്തുണ്ടായിരുന്നു. ഞങ്ങൾ വീട്ടിൽ തന്നെ സ്റ്റേ ചെയ്തു. ഇവള് ലേറ്റ് ആയിട്ടാണ് വന്നത്, ഞങ്ങള് നേരത്തെ വന്നവരായതുകൊണ്ട്. പിന്നെ ഞങ്ങൾ ജസ്റ്റ് മൂവ് ഔട്ടൊക്കെ ചെയ്ത് പുതിയ വീട്ടിലേക്ക് ഒരു 6 മെമ്പേഴ്സോ സംതിങ് ഉള്ള, അതായത് ഷെയർഡ് ആയിട്ടുള്ള ഒരു ഗേൾസ് അക്കോമഡേഷനിലൊക്കെ മൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ജസ്റ്റ് എന്താ പറയുക, അവിടുത്തെ നിയർ കെയർ ഹോമിലല്ലേ ആദ്യം ഫസ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ കെയർ ഹോമിലല്ലായിരുന്നു. ബെസ്റ്റ് കണക്ഷൻ എന്ന് പറഞ്ഞ ഒരു ഏജൻസി ഉണ്ടായിരുന്നു. അത് നമ്മുടെ എനിക്ക് ഓർമ്മശക്തി ഓർമ്മ. ഇപ്പൊ നഴ്സുമാരൊക്കെ ആണ് ചെറുതായിട്ട് ഡിമെൻഷ്യ വന്നൊരു സംശയം. അല്ല, ഈ കൺട്രി വന്നതിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്താണ് ഒരു കാര്യം എന്താ പറയുക,
ഞങ്ങൾ തന്നെ പൊക്കി പറയത്തല്ല, ആക്ച്വലി ഞങ്ങളുടെ നാട്ടിലെ കുറച്ച് പഠിപ്പികളായിരുന്നു ഞങ്ങള്. അതിലെനിക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ സങ്കടമുള്ള കാര്യമാണ്. കാരണം എന്തിനാണ് ഇങ്ങനെ പഠിച്ചു കൂട്ടിയെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഒരു കാര്യം പഠിച്ചു കൂട്ടിക്കോ, പക്ഷെ എന്തിനാ ഇങ്ങനെ ഇരുന്നു ഇങ്ങനെ ഒരു ചിന്ത മാത്രം മനസ്സിൽ കൊണ്ടുവരുന്ന കുറെ എണ്ണങ്ങളാണ് ഞങ്ങള്. പക്ഷെ ഞങ്ങൾ UK എത്തിയപ്പോൾ ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, ഞങ്ങളൊന്നുമല്ല ഇവിടെ A+ഒന്നല്ല കാര്യം, പാസ്സായോ അത്രേ ഉള്ളൂ, അത്ര മതി. ഞങ്ങൾ ഇവിടെ വന്നപ്പോ അപ്പൊ പറഞ്ഞു വന്നത് ബെസ്റ്റ് കണക്ഷൻ ഒരു ഏജൻസിയിലായിരുന്നു ഫസ്റ്റ് വർക്ക് ചെയ്തത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബലൂണൊക്കെ വീർപ്പിക്കുക, പിന്നെ ഈ കെച്ചപ്പ് കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യാം, ബലൂൺ വീർപ്പിച്ച് ഇങ്ങനെ ഈ ഹാപ്പി ബർത്ത്ഡേ വെയർ ഹൗസ്, പിന്നെ അങ്ങനെ ഈ കെച്ചപ്പിന്റെ കമ്പനി അങ്ങനെയൊക്കെ കുറെ വർക്ക് ചെയ്ത. നല്ല ബുദ്ധിമുട്ടായിരുന്നു. നൈറ്റ് ഒന്നും ഇങ്ങനെ എഴുന്നേറ്റിരുന്ന് ഇങ്ങനെ വർക്കൊക്കെ ചെയ്യണം. ആദ്യമായിട്ട് നൈറ്റ് ആയിരുന്നു. ഞാനൊക്കെ ആണെങ്കിൽ എന്റെ വീട്ടിൽ 7 മണി കിടന്നിറങ്ങി കൊണ്ടതാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഞങ്ങൾ ഇത്ര അവർ ഒരു ഷിഫ്റ്റ് വർക്ക് ചെയ്യണം, അങ്ങനെ കാശൊക്കെ കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അതിന് പിന്നെ ഇങ്ങനെ ദിവസങ്ങൾ പോകുന്തോറും ഞങ്ങൾ കൂടുതൽ ഇമ്പ്രൂവ് ആയി. നമ്മുടെ മെന്റലി ആയാലും ഫിസിക്കലി ആയാലും ഞങ്ങൾ ഓക്കെ ആയിട്ട് വന്നു. അത് കഴിഞ്ഞാണ് പിന്നെ നമ്മൾ കെയർ ഹോമിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിട്ട് കെയർ ഹോമിൽ ജോയിൻ ചെയ്യുന്നത്. അതൊരു ഒന്നൊന്നര എക്സ്പീരിയൻസ് ആയിരുന്നു സത്യം പറഞ്ഞ. കാരണം നാട്ടിലെ ലൈക്ക് അമ്മയുടെ അപ്പന്റെയും പിള്ളേരായിട്ട് നടന്ന പിള്ളേര് പെട്ടെന്ന് ഒരു പുതിയ കൺട്രിയിലേക്ക് വന്ന് പുതിയ കൾച്ചർ, അത് മാത്രമല്ല കൂടുതൽ പേഴ്സണൽ കെയർ ഒക്കെ ചെയ്യാൻ പറയുമ്പോൾ ലൈക്ക് ആക്ച്വലി നമുക്ക് എന്താ പറയാ ഒരു തരം സത്യം പറയുകയാണെങ്കിൽ ഞാൻ നാട്ടിൽ നിന്ന് വിചാരിച്ചുകൊണ്ട് വരുന്നത് കുറച്ച് അമ്മാവന്മാരെ അപ്പാപ്പന്മാരെ നോക്കാം, അവർക്ക് എന്തെങ്കിലും ഫുഡൊക്കെ കൊടുക്കാം, അവരോട് സംസാരിക്കാം, അവരെപ്പോഴും കൂടെ കൊണ്ട് നടക്കാം. അതൊക്കെയായിരുന്നു ഞാൻ മെയിൻ ആയിട്ട് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോ കംപ്ലീറ്റ്ലി വ്യത്യാസമായി. എന്താ പറയാ, നമ്മൾ അവരുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ നോക്കണം എല്ലാം. പക്ഷെ ആദ്യം നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമുക്കൊന്നും അറിയില്ല എങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങൾ, റുട്ടീൻ കാര്യങ്ങളെല്ലാം പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ നമ്മള് എന്താ പറയാ ചെയ്ത് ശീലായി. പിന്നെ ഞങ്ങള് കെയർ ഹോമിൽ പിന്നെ ഞങ്ങള് പ്രോ ആയി. അത് കഴിഞ്ഞ ആ കെയർ ഹോമിൽ മെയിൻ ആൾക്കാർ ആരോഗ്യമായിരുന്നു. അതായത് മിക്ക നൈറ്റ്സിലും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. പിന്നെ അവിടുത്തെ നല്ല എൻജോയ്മെന്റ് ആയിരുന്നു. കുറച്ച് കൺഫ്യൂസ് പേഷ്യൻസിന്റെ ഇടയിൽ കിടന്ന് നടക്കുമ്പോൾ നമുക്ക് തന്നെ ഭ്രാന്ത് പിടിക്കും. പക്ഷെ കൂടുതൽ അവരെന്താ പറയാ, നമുക്കൊരു ഗ്രാൻഡ് പാരന്റ്സിന്റെ ലവ് കിട്ടൂലേ, അത് നാട്ടിൽ നിന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടിയത് ഇവിടുന്ന് തന്നെയാണ്. അവരിടയ്ക്ക് എന്താ പറയാ, അവര് ഇടയ്ക്ക് അറിയാലോ, വയസ്സാവുമ്പോ പ്രായം കൂടുന്തോറും കുട്ടികളാവുമെന്ന് പറയുന്നത് കേൾക്കണമല്ലോ. അതുപോലെ തന്നെയായിരുന്നു ഓരോരുത്തർക്കും. മെയിൻലി കൂടുതൽ ഡിമെൻഷ്യ പേഷ്യൻസ്, കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പൊ അവരോട് സംസാരിക്കുമ്പോ ചിലപ്പോ തോന്നുന്നു നമുക്കാണോ വട്ട്, അത് അവർക്കാണോ വട്ട്. ചില രാത്രികളൊക്കെ ഞങ്ങൾക്ക് അതുമാതിരി ഭ്രാന്ത് പിടിച്ചിട്ടുണ്ട്. ഒന്നാമത് നമ്മൾ ഉറക്കമില്ലാതെ അതിന്റെ ഒരു മെന്റലി പ്രോബ്ലം ഉണ്ട്. അതിന്റെ ഇടയ്ക്ക് പിന്നെ കണ്ടിന്യൂസ് നമ്മള് ക്ലാസ്സും അതും ഇതും പിന്നെ ഷിഫ്റ്റ്സ് ഒക്കെ ഒരുമിച്ച് വരുമ്പോ പിന്നെ ഇച്ചിരി പാടായിരുന്നു. നഴ്സിംഗ് സ്റ്റുഡൻസ് ആയതുകൊണ്ട് എല്ലാം ബുദ്ധിമുട്ടുണ്ടായിരുന്നു എല്ലാം ഓവർകം ചെയ്ത് വരാനായിട്ട്. പക്ഷെ ഇന്ന് ഞങ്ങള് നല്ല പ്രൗഡാണ് ഞങ്ങളെ പറ്റി. കാരണം എവിടെയോ കിടന്ന് ഏതോ ഒരു ഗ്രാമത്തിൽ കിടന്നിട്ട് നമ്മൾ ഇവിടം വരെയൊക്കെ എത്തി പഠിച്ച് ഒരു നേഴ്സായി. അതും ഇത്ര ായിരിക്കുമ്പോ തന്നെ, അതായത് ഇപ്പൊ തന്നെ ഞങ്ങൾ ഒരു 6 months കംപ്ലീറ്റ് ആയി നേഴ്സായിട്ട് തന്നെ. അതായത് ഞങ്ങൾക്ക് 22 ഏജ്, അതായത് ഞങ്ങൾ 22-ൽ തന്നെ ഞങ്ങൾ ഒരു 6 months കംപ്ലീറ്റ് ആയി. 22 കഴിഞ്ഞിരിക്കുന്ന സമയത്തും 22 കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഒരു 6 months ഞങ്ങൾ നേഴ്സായിട്ട് തന്നെ കംപ്ലീറ്റ് ആയി. അതും UK-ൽ. അതിന് മുന്നേ തന്നെ ഞങ്ങൾ ഈ 3 years വർക്ക് ചെയ്തപ്പോഴും ഞങ്ങൾക്ക് ആവശ്യത്തിന് ഞങ്ങളുടേതായിട്ടുള്ള ചെലവ് വെച്ച് ഞങ്ങളുടെ നാട്ടിലേക്ക് പാരന്റ്സിനെ അയക്കാനുള്ള ചെലവിനും ഞങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റി മാക്സിമം. സത്യം പറയുകയാണെങ്കിൽ നമുക്ക് നല്ല അധ്വാനിക്കാനും നമുക്ക് പഠിക്കാനും എല്ലാത്തിനും നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും സർവൈവ് ചെയ്യാൻ പറ്റൂന്നാണ് ഞങ്ങളുടെ ഒരു ഒപ്പീനിയൻ. പറയുകയാണെങ്കിൽ UK-ൽ, അതിപ്പോ UK തന്നെയല്ല ഏതൊരു കൺട്രിയിലായാലും നമുക്ക് നമ്മളെ ഉള്ളൂ. നമ്മൾ മറ്റുള്ളവരെ അധികമായിട്ട് ട്രസ്റ്റ് ചെയ്യാതിരിക്കുക. അവർ പറയണ ഈവൻ നമുക്ക് എന്താ പറയാ, അത്ര ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ നമ്മുടേതായ ഒരു പോയിന്റ്, നമുക്ക് നമ്മുടേതായ ഒരു ഒപ്പീനിയൻ ഉണ്ടായിരിക്കണം. അതിൽ നമ്മൾ വിശ്വസിക്കുക. അല്ലാതെ നമ്മൾ മറ്റുള്ളവരുടെ വാക്കായിട്ട് അല്ല ഓവറായിട്ട് അത് ആരും ട്രസ്റ്റ് ചെയ്യാതിരിക്കുക. ശ്രദ്ധിക്കുക, നല്ല നല്ല കൂട്ടുകാരെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. സ്റ്റുഡന്റ് ലൈഫ് പറയുവാണെങ്കിൽ നമുക്ക് 3 years ആണ് ഇവിടെ പഠിക്കാനുള്ളത്. നഴ്സിംഗ് സ്റ്റുഡൻസിന്, BSc അഡൽട്ട് നഴ്സിംഗ് സ്റ്റുഡൻസിന്.
ആ 3 ഇയേഴ്സിൽ തന്നെ നമുക്ക് 2 പ്ലേസ്മെന്റ്സ് ചെയ്യാനുണ്ടാവും. പിന്നെ നമുക്ക് കുറെ അസൈൻമെന്റ്സ് അതൊക്കെ ചെയ്യാൻ നമുക്ക് സമയം ഉണ്ടാവും. അസൈൻമെന്റ്സ് ഒക്കെ നമുക്ക് നല്ല ഹെൽപ്പ് നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടും. പിന്നെ ഇപ്പൊ കുറെ ഞങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളുടെ മുന്നിൽ ഒരു ബാച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് അത്ര ഹെൽപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇനി വരുന്ന സ്റ്റുഡൻസിനൊക്കെ ആണെങ്കിൽ അവരുടെ മുന്നിൽ കുറേ ബാച്ച് ഉണ്ട്. അപ്പോൾ സെയിം മൊഡ്യൂളാണ് എല്ലാ വർഷവും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നാ പറയുക, സീനിയേഴ്സിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും കൂടുതൽ എങ്ങനെയാണ് എഴുതേണ്ടത്. ആ ഒരു ഐഡിയ നമുക്ക് മനസ്സിലാവും. ക്ലാസ്സൊക്കെ നമ്മൾ അത്യാവശ്യം കേട്ട് അല്ലെങ്കിൽ ക്ലാസ് കേട്ടില്ലെങ്കിലും റിവിഷൻ ചെയ്ത് മൊഡ്യൂൾസ് ഒക്കെ അത്യാവശ്യം പഠിച്ച് എല്ലാ കാര്യങ്ങളും നമുക്ക് കമ്പ്യൂട്ടറിൽ അവൈലബിൾ ആണ്. നമ്മൾ വിചാരിക്കണ അത്ര ബുദ്ധിമുട്ടൊന്നല്ല ഇവിടെ പഠിക്കാനൊന്നും. നമുക്ക് മനസ്സുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് അധ്വാനിക്കാൻ പറ്റുമെങ്കിൽ എന്തായാലും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒരു നേഴ്സ് ലൈഫ് എന്നൊക്കെ പറയുകയാണെങ്കിൽ. ഇവളുടെ യൂണിവേഴ്സിറ്റിയിൽ വേറെയാണ്, അത് ഇവള് എക്സ്പ്ലെയിൻ ചെയ്യും. സോ ഇവര് വന്നു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ 6 months ഏകദേശം അത്രയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. സോ അപ്പോ എന്റെ കോഴ്സ് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഇനിയൊരു ഏകദേശം സെപ്റ്റംബർ ആകുമ്പോഴേക്കും കഴിയും എന്ന് വിചാരിക്കുന്നു. എല്ലാം നല്ല രീതിയിൽ പാസ്സാവാൻ ദൈവം സഹായിച്ച് പറ്റുവാണെങ്കിൽ. ഞാൻ വന്നു കഴിഞ്ഞപ്പോ ഇവര് രണ്ടുപേരും ഒരുമിച്ച് ആയതുകൊണ്ട് ഇവർക്ക് കുറച്ചും കൂടി എന്താ ഹോം സിക്ക് അത്ര ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. അത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവള് ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് ഞാൻ ഇപ്പൊ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ അവള് വീട്ടിലുണ്ടാവണമെന്നില്ല. കാരണം അവള് ഏജൻസി വിളിച്ച് അവളെ എവിടെയെങ്കിലും ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടാവും. അപ്പൊ ഞാൻ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരും. അപ്പൊ എന്തായാലും ഒറ്റപ്പെട്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഹോം സിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും എൻഗേജ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഈ ഹോം സിക്കിന്റെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല, വേറൊന്നുമില്ല. അപ്പൊ ഞാൻ വന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെയായിരുന്നു. എനിക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് കയറിയപ്പോൾ ഭയങ്കര ഇമോഷണലി ഫ്ലൈറ്റ് പൊങ്ങുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് ഭയങ്കര ഇമോഷണലി ഭയങ്കരമായിട്ട് വീട്ടിൽ നിന്ന് ഞാൻ അങ്ങനെ മാറി നിന്നിട്ടില്ല ഒരുപാട്. ഇപ്പോൾ മമ്മീനെയും പപ്പേനെയും എല്ലാവരും അനിയനെയും ഒക്കെ മിസ് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ ഞാൻ എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ അടുത്താണ് ഒരു 10 days നിന്നത്. അത് ഇവിടെയല്ല, കുറച്ച് ദൂരെയാണ്. അപ്പോൾ അവിടെ വന്ന് നിന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ആൻറ്റിയുടെ മക്കളുണ്ടായിരുന്നു. സോ ഫാമിലിയുടെ അടുത്ത് വന്ന് നിന്നുകൊണ്ട് അപ്പോൾ കുഴപ്പമുണ്ടായില്ല. പിന്നെ അത് കഴിഞ്ഞ് 10 days ക്വാറന്റൈൻ ആയിരുന്നു എനിക്ക് ആ സമയത്ത്. ആ ക്വാറന്റൈൻ പീരീഡ് കഴിഞ്ഞ് ഞാൻ ബർമിംഗ്ഹാമിലോട്ടേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ടോട്ടലി ഡിഫറെൻ്റ് ഒരു എന്താ പറയുക മൊത്തത്തിൽ ഡിഫറെൻ്റ് ആയിരുന്നു. കാരണം നമുക്ക് അറിയാത്ത ഞാൻ നിന്നത് എനിക്ക് ഒട്ടും പരിചയമില്ലാത്ത ആൾക്കാരുടെ അടുത്തായിരുന്നു ഞാൻ ഫസ്റ്റ് നിന്നത്. ഒരു ചേട്ടൻ്റെയും ചേച്ചിയുടെ അടുത്തായിരുന്നു. പക്ഷെ എന്താ പറയാ, നമ്മൾ കണ്ട പരിചയമുള്ളെങ്കിലും വന്ന് കണ്ട ഒരു കുറച്ച് നേരത്തെ പരിചയമുള്ളെങ്കിലും പെട്ടെന്ന് ഞങ്ങൾ എല്ലാവരും ഭയങ്കര കമ്പനിയായി. അവരെല്ലാത്തിനും ഹെൽപ്ഫുൾ ആയിട്ട് എല്ലാത്തിനും നമ്മുടെ കൂടെ നിന്നിട്ടുണ്ട്. ഇവിടെ വന്ന സമയത്ത് നമുക്കറിയാം ഈ ബസ് ട്രാൻസ്പോർട്ടേഷൻ, പിന്നെ യൂണിവേഴ്സിറ്റിയിലോട്ട് പോണ കാര്യം, അങ്ങനെ ഇങ്ങനെ കുറേ ഡൗട്ട്സ് നമുക്ക് ഉണ്ടാവും. ഞാൻ വന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് ആ സമയത്ത് വേറെ മലയാളി സ്റ്റുഡൻസിനെ ഒന്നും നഴ്സിംഗ് പഠിക്കുന്ന ആരെയും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ വന്ന സമയത്ത് എന്നെ യൂണിവേഴ്സിറ്റിയിൽ കൊണ്ടുപോകാനും പിന്നെ ബസ് ട്രാൻസ്പോർട്ടേഷൻ ഇതിന്റെ കാര്യങ്ങളൊക്കെ കുറേ പറയാനൊക്കെ സഹായിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഞങ്ങൾക്ക് എങ്ങനെ തുടങ്ങണം, എങ്ങനെ അവസാനിപ്പിക്കണം, നേരത്തെ രണ്ടുപേരും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞാൻ തന്നെ പറഞ്ഞുകൊണ്ട് എനിക്ക് എങ്ങനെ ഞങ്ങൾക്ക് എങ്ങനെ എൻഡ് ചെയ്യണം അങ്ങനെ ഒന്നും അറിഞ്ഞുകൂടാ. എന്തായാലും എനിക്ക് പറയാനുള്ളത് 3 years കോഴ്സ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ഇടാം. അപ്പൊ ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഞങ്ങൾ പറയുന്നതായിരിക്കും. ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. പക്ഷെ വേറൊരു കാര്യം കൂടി പറയാം. അതായത് ഞങ്ങൾ വന്ന ടൈമില് UK ലൈഫും ഇപ്പൊ ഞങ്ങൾ കറന്റ്ലി അതായത് ഈ ഇയറിൽ അതായത് ഇപ്പോഴത്തെ UK ലൈഫും കൂടി കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഓക്കെ, പാർട്ട് ടൈം ജോബ് കിട്ടാൻ ഇപ്പൊ നല്ല ഡിഫിക്കൽറ്റി ഉണ്ട്. കാരണം ഇവിടെ ഇടിച്ചു കയറിക്കുന്ന സ്റ്റുഡൻസിന്റെ എന്താ പറയാ ലെവൽ എന്ന് പറയുന്നത് അത്രയ്ക്ക് കൂടുതലാണ്. കാരണം ഞങ്ങൾക്ക് തന്നെ എനിക്കറിയില്ല എന്തോരം ജൂനിയേഴ്സ് ഉണ്ടെന്ന് എനിക്ക് പോലും പലരെ അറിയില്ല. ഞങ്ങൾ വല്ല സൂപ്പർ മാർക്കറ്റിലോ ഹോസ്പിറ്റൽസിൽ പ്ലേസ്മെന്റ് കാണുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. അത്രയും സ്റ്റുഡൻസ് ഉള്ളതുകൊണ്ട് പാർട്ട് ടൈം കിട്ടാൻ നല്ല പാടുണ്ട്, അത്യാവശ്യം പാടുണ്ട്. പക്ഷെ ചിലപ്പോ തപ്പി പിടിച്ച് സെർച്ച് ചെയ്ത് ഇറങ്ങിയാൽ നമുക്ക് എന്തും നേടാൻ പറ്റുമെന്ന് ഒരു ഇതുണ്ടല്ലോ. അപ്പൊ നമ്മൾ വിചാരിച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കും, എന്തായാലും സമയം എടുക്കും. ചിലർക്ക് പെട്ടെന്ന് കിട്ടുമായിരിക്കും. പക്ഷെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഒരു വഴി ദൈവം തുറന്നു തരും. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഈ വീഡിയോസിൽ പറയുന്നില്ല. ഞങ്ങൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഇന്ന് ഇത്രയും മതി. ഇനി ഞങ്ങള് ആദ്യമേ തന്നെ ഞങ്ങള് പറഞ്ഞു വെറുപ്പിക്കണില്ല.
എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് ഇടാം. എന്തെങ്കിലും കണ്ടന്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് ഇടാം. ഞങ്ങൾ എന്തെങ്കിലും തെറ്റൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇതൊക്കെ ഞങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ആരും ഇതിനെ വേറെ ആൾക്കാരുടെ എക്സ്പീരിയൻസ് ആയിട്ട് കമ്പയർ ചെയ്യൊന്നും വേണ്ട. ഇത് ഞങ്ങളുടെ ബേസ്ഡ് ഓൺ ഞങ്ങളുടെ എക്സ്പീരിയൻസ്, ഞങ്ങളുടെ ഒപ്പീനിയൻസ്. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പൊ ഓക്കെ, ബൈ.